അമേരിക്ക അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അമേരിക്കയിൽ ഇപ്പോഴും പല ആളുകൾക്കും ശമ്പളം കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാണെങ്കിലും ട്രംപിൻ്റെ വാചകോടിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ വലിയ ശക്തിയാണെന്നുള്ള ഒരു മേനി പറച്ചിലിൽ അങ്ങനെയല്ലേ ആ രാജ്യം പിടിച്ചിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും അത് കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനേക്കാൾ ഉപരി ഒരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ്. അതായത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞു. അത് ലോകത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ്, സാമ്പത്തിക ശക്തിയാണെന്ന് ആലോചിച്ച് നോക്കണം. ആ അമേരിക്കയിൽ $130 മില്യൺ ഡൊണേഷൻ, ജനങ്ങളുടെ നിന്ന് ഡൊണേഷൻ വാങ്ങിയിട്ടാണ് ഇപ്പം പെൻറ്റഗണിലെ പട്ടാളക്കാർക്ക് ശമ്പളം കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു രാജ്യം പോലും, ദരിദ്ര രാജ്യം പോലും ചെയ്യുന്ന പ്രക്രിയയല്ലേ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ എയർപോർട്ട്, പിന്നെ അമേരിക്കയിലെ ഫ്ലൈറ്റുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാതെ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. എയർപോർട്ടുകൾ ശൂന്യമായി വരുന്നു. കടകളിൽ സാധനങ്ങളില്ല. ഈ പട്ടിണി വല്ലാണ്ട് പെരുകി. ഒന്നാലോചിച്ചോണം, ലോകത്തിലെ ഈ ഏറ്റവും വലിയ സമ്പന്ന രാജ്യത്ത് ഈ കഴിഞ്ഞ 5 ആഴ്ചയിലേക്ക് നീളാണ്. അമേരിക്കൻ ട്രഷറി അടച്ചിട്ട് 5 ആഴ്ചയായി. ആർക്കും ശമ്പളം കിട്ടിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്തൊരു ഈ ശമ്പളം കിട്ടാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാർക്കറ്റിലേക്ക് മണി വരില്ല. അപ്പം അങ്ങനെയാണ് അവിടെ ഈ മറ്റുള്ള ഈ എന്താ പറയുക, ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറയുന്നത് പോലെ എല്ലാ മേഖലയിലും ബാധിക്കും. അങ്ങനെ അമേരിക്ക ഇന്നൊരു ഭയങ്കരമായ സ്തംഭനാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അവിടെ വാഷിങ്ടൺ DC ആണെങ്കിൽ എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെ ഉള്ള അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നു. എയർപോർട്ടുകൾ റൺ ചെയ്യാൻ സ്റ്റാഫില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും, ഇതിൽ മെഡിക്കൽ ഫെസിലിറ്റീസിനെ പോലും ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇത് ഇപ്പം JD വാൻസ് ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു, ഡെമോക്രാറ്റുകളായിട്ട് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇത് ഡെമോക്രാറ്റുകൾ ഉന്നയിച്ചിരിക്കുന്ന ആ ഹെൽത്ത് കെയർ പോളിസി, ഇപ്പോൾ ഒബാമ കെയറും മറ്റുള്ള ഹെൽത്ത് കെയർ പോളിസി, അത് ഉപേക്ഷിച്ചതാണ് ഡെമോക്രാറ്റുകളെ ഈ ബില്ല് പാസ്സാക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചിരിക്കുന്ന സാധനം. അപ്പം അത് ചെയ്യാതെ ഡെമോക്രാറ്റുകൾ മുമ്പോട്ട് വരില്ല. കാരണം അത് ജനപിന്തുണ വർദ്ധിക്കുന്നു. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം, ആ ജനങ്ങളെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഷട്ട് ഡൗൺ, അടച്ചുപൂട്ടൽ, ട്രഷറി അടച്ചുപൂട്ടൽ ബാധിച്ചിരിക്കുന്നത്. അത് അമേരിക്കയെ ഇപ്പോൾ ഈ ഒരു സ്വാഭാവികമായിട്ടും മനുഷ്യന് വിശപ്പും ഭക്ഷണവും കിട്ടാതെ വരും, അല്ലെങ്കിൽ വിശപ്പ് വർദ്ധിക്കുകയും ഭക്ഷണം ഇല്ലാതെ വരികയും നാളത്തേക്കുള്ള വിഷയം ഒരു നിലനിൽപ്പൊരു ഭീഷണി ഉയർത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ക്ഷമയും നശിക്കും. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഫ്യൂറി, അപ്പോൾ അവരുടെ ഭാഷ, ആംഗ്ലേയ ഭാഷ പറഞ്ഞ ഒരു ഫ്യൂറിയിലേക്കാണ് അമേരിക്കൻ സൊസൈറ്റി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരാഭ്യന്തരമായ ഒരു കലാപം പോലും സൃഷ്ടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ അടച്ചുപൂട്ടൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ പ്രാഥമികമായ രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല അമേരിക്കൻ ജനത എന്ന് പറഞ്ഞാൽ ഈ ഒരു മറ്റേ സമ്പന്നതയിൽ ഇങ്ങനെ ജീവിച്ചു പോയ ഒരു സമൂഹമാണ്. അതെ, കൃത്യമായിട്ട് ഇപ്പോൾ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരും ഈ ശമ്പളം ഇത് ലഭ്യമാക്കുകയും അവരുടെ ആ വികസിത രാജ്യത്തിൻ്റെ ലൈഫ് സ്റ്റൈലുണ്ടാവും. ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഇപ്പോൾ സാധാരണ ഒരു വികസ്വര രാജ്യമോ ഈവൻ ഇന്ത്യ ആണെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ഒരു ഷട്ട് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ശീലമുണ്ട്. അതെ അതെ അതെ, അമേരിക്കയെ സംബന്ധിച്ച് അത് പറ്റില്ലല്ലോ അല്ലേ, ചിന്തിക്കാൻ പറ്റില്ല. അവരെപ്പോഴും സമ്പന്നതയിൽ അല്ലെങ്കിൽ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന് പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടായാൽ അവർ അതിനെങ്ങനെ അതിജീവിക്കണമെന്ന് പോലും ചിലപ്പം അറിയില്ല അവർക്ക്. അതാണ് ഇപ്പോൾ അമേരിക്ക ഇപ്പം തെരുവിലാണ് ജനങ്ങൾ. അവിടെ തെരുവിൽ പ്ലക്കാർഡും പിടിച്ചു നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ സാധാരണ ജനങ്ങളാണ് ഈ ഒരു ഇതിനകത്ത് വലയുന്നത്. അപ്പോൾ മാത്രമല്ല ഇപ്പം ഈ ഡെമോക്രാറ്റുകൾ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ ന്യായമായ ആവശ്യമാണ്. കാര്യം അമേരിക്കയിലൊരു ആശുപത്രിയിലൊരു ചികിത്സ ഈ ഇൻഷുറൻസ് കെയർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്രാപ്യമാണ്, വമ്പൻ തുക വേണ്ടി വരും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ഈ താരിഫ് യുദ്ധത്തിനകത്തുള്ള ഈ താരിഫ് യുദ്ധത്തിൻ്റെ ഈ മുഴുവൻ വേദനയും അല്ലെങ്കിൽ സാമ്പത്തിക ഭാരവും ഏൽക്കുന്നത് ഇമ്മീഡിയറ്റായിട്ട് ഏൽക്കേണ്ടി വരുന്നത് അമേരിക്കൻ ജനതയ്ക്കാണ്. കാര്യം അവർ കഴിഞ്ഞ ദിവസം വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ ഉൽപ്പന്നം 100 രൂപയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ ഇന്ന് അവരത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 150 രൂപ കൊടുക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഒരു ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഇൻഫ്ലേഷനും ഈ പറഞ്ഞ പോലെ ട്രംപിൻ്റെ ഈ ട്രേഡ് വാർ തുറന്നുവിട്ട ആ ഒരു വളരെ എന്താ പറയുക അസന്നിഗ്ധമായിട്ടുള്ള ഒരു സാമ്പത്തിക അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ അടച്ചുപൂട്ടൽ വന്നിരിക്കുന്നത്. നമുക്കൊന്നും പരിചയമില്ല ഈ സംഗതി.
ഈ ട്രഷറി അടച്ചുപൂട്ടുക, ഇപ്പം നമ്മളിവിടെ ഈ ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം ശമ്പളം ഉണ്ടാവുമോ ഇല്ലയോ മുടങ്ങുമോ എന്നൊക്കെയുള്ള പേടി പോലെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ കേരളത്തിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ നമുക്കിതുവരെ അങ്ങനെ വലുതായിട്ട് മുടങ്ങിയിട്ടില്ല. മനസ്സിലായില്ലേ? നമുക്ക് അതുപോലും ഒരു 5 ദിവസം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം വൈകിയാൽ പോലും ഇവിടെ താങ്ങാൻ പറ്റാത്തൊരു സമൂഹമാണ് നമ്മളുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടെ ഈ കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് ഈ ട്രഷറി അടച്ചിട്ടിരിക്കുന്നു. അടിയന്തര സർവീസുകൾക്ക് പോലും പണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു സാധനം. ഇപ്പം ഈ പട്ടാളക്കാർക്ക് നിർത്തിയില്ലെങ്കിൽ പറ്റത്തില്ല. അതാണ് പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ലോക പോലീസുകാരനാണല്ലോ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പട്ടാളക്കാരൻ തോക്കെടുത്ത് പൊക്കണം എന്നുണ്ടെങ്കിൽ അവന് വയറ്റിലൊന്നും ചെല്ലണ്ടേ? മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പട്ടാളക്കാരന് യാചിച്ചു ഡൊണേഷൻ സ്വീകരിച്ചു കൊടുത്തെന്ന് പറയുന്നത്. അമേരിക്കൻ ജനതയുടെ കയ്യിൽ നിന്ന് ഡൊണേഷൻസ് സ്വീകരിച്ചുകൊണ്ട് $130 മില്യൺ സംഘടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഈ പെൻറ്റഗൺ പട്ടാളക്കാർക്ക് അമേരിക്ക ശമ്പളം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് ഇപ്പോൾ ഈ ആമേരിക്കയിൽ ഈ ഒരു സംഗതി ഒരു ആഭ്യന്തര വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഇപ്പം മറ്റ് രാജ്യങ്ങൾക്ക് ആയുധം വിറ്റിട്ട് അങ്ങനെ കിട്ടുന്ന പൈസ, അല്ലെ മറ്റ് രാജ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ നാറ്റോയ്ക്ക് പൈസ നൽകണമെന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്, അപ്പോൾ പഴയ പോലെ തന്ത്രങ്ങളൊന്നും അമേരിക്കയുടെ ഫലിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണ്ടേ നമുക്ക്? അല്ല, അമേരിക്കൻ ഭരണകൂടത്തിനകത്ത് ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു, ലോകത്തിന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ട്രംപിൻ്റെ വരവോടുകൂടി സംഭവിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയുടെ ക്രെഡിബിലിറ്റി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു, വിശ്വാസം നഷ്ടപ്പെട്ടു. ഒറ്റ ലോകരാഷ്ട്രങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ അമേരിക്കൻ ജനതയ്ക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതിനെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഡെമോക്രാറ്റുകൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആൾക്കാർ അവിടുന്ന് കുടിയേറി, വളരെ സമ്പന്നരായ ആൾക്കാരൊക്കെ കുടിയേറി പോകുന്നുണ്ട്. യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്, അയർലൻഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ അമേരിക്ക, അല്ലെങ്കിൽ ട്രംപ് ഇപ്പോൾ ഉണ്ടാക്കി മാറ്റിയിരിക്കുന്ന ഈ അമേരിക്കയിൽ, കാരണം ഈ ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പിടിച്ചുകുലുക്കലുണ്ടല്ലോ, ഈ കുലുക്കലിൻ്റെ ആഘാതം അവസാനിക്കണമെങ്കിൽ ഇനി ചിലപ്പോൾ ദശാബ്ദങ്ങൾ വേണ്ടി വന്നിരിക്കും. ഉദാഹരണത്തിന് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസ്യത, ഇത് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി റിപ്പബ്ലിക്കൻസ് മാറി ഡെമോക്രാറ്റ് വന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു രാജ്യം ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഒരു കരാറിൽ ഏർപ്പെടുമോ? ഇല്ല. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ വിശ്വാസ്യത ഇനി വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദശാബ്ദങ്ങൾ വേണ്ടി വന്നിരിക്കും. അത് എന്നാൽ പോലും സാധ്യമാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമേരിക്കയിൽ ഇനി ജീവിക്കുക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു ഇതായി മാറും എന്ന് കണ്ടുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് ഒരു നല്ലൊരു ശതമാനം ഇപ്പം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയധികം മൈഗ്രേഷൻ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പല നഗരങ്ങളിലും ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ വക്കിലെത്തിയിരുന്നു. നാഷണൽ ഗാർഡിന് ഈ ഇമിഗ്രേഷൻ്റെ പേരിൽ ട്രംപ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും അമേരിക്കയുടെ ടെക്സാസിലും ലോസ് ഏഞ്ചലസിലും ഒക്കെ അമേരിക്കൻ പട്ടാളത്തെ ഇറക്കുന്നത്, നാഷണൽ ഗാർഡിനെ ഇറക്കി അവിടുത്തെ ഈ സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്നൊരു പ്രക്രിയയിലേക്ക്, അങ്ങനെ ആകെ അസ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ അടച്ചുപൂട്ടൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ജനത ഈ പറഞ്ഞതുപോലെ ഒഴിഞ്ഞ കടകളും ഒഴിഞ്ഞ വിമാനത്താവളങ്ങളും ഒക്കെ നേരിടുന്ന ഒരു അവസ്ഥയിലാണ് ജനം തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ജനം ഇനി വരും ദിവസങ്ങളിൽ നിർണായകമാണ്. കാര്യം ഇപ്പം പല ആവശ്യങ്ങളില്ലേ, മനുഷ്യന് ഭക്ഷണം മാത്രമല്ലല്ലോ, ഇപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിയുന്നു, അത് നേരിടണം. ആശുപത്രികൾ റൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ആശുപത്രിയിലുള്ള ജീവനക്കാർക്ക് ശമ്പളമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയൊരു പ്രതിസന്ധി അമേരിക്കയെ നേരിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ കാരണം ഈ 5 ആഴ്ച കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അമേരിക്കൻ ജനത ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.